NDA പ്രവേശനത്തിൽ 2020-ൽ അതൃപ്തി പുകയുകയാണ്. ഐക്യനാടും കിഴക്കമ്പലത്തും കൂടുതൽ പേർ പാർട്ടി വിട്ടേക്കും എന്നാണ് സൂചന. NDAയിൽ ചേരാനുള്ള സാബു എം ജേക്കബിന്റെ തീരുമാനം കൂടിയാലോചന ഇല്ലാതെയാണ് എന്നാണ് നേതാക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വിമർശനം. സാഹചര്യം വിശദീകരിക്കാൻ ചെയർമാൻ സാബു എം ജേക്കബ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അബ്ദുൾ റഹീം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അബ്ദുൾ റഹീം. ഈ കൂടിയാലോചന ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം സാബു എടുത്തതെന്ന് പറഞ്ഞാൽ സാബു എന്തെങ്കിലും കൂടിയാലോചനയോടെയാണോ ഈ പാർട്ടിയുടെ തീരുമാനങ്ങളെല്ലാം എടുക്കാറുള്ളത് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. ആ പാർട്ടിയുടെ ഉദയം തന്നെ ആ നിലയ്ക്ക് ഒരു സ്വന്തം തീരുമാനത്തിൻ്റെ ബാക്കിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നടപടിയെ എങ്ങനെയാണ് ഈ പാർട്ടിക്കുള്ളിലെ അണികൾ കാണുന്നത്? NDAയിൽ നോക്കിയാൽ NDAയിലെ ഇപ്പോൾ രണ്ടാമത്തെ ഘടകകക്ഷിയായി വേണമെങ്കിൽ 2020-യെ കണക്ക് കൂട്ടാം. കാരണം BDJസിനാകപ്പാടെ 5 വാർഡുകളിൽ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് പക്ഷേ 2 പഞ്ചായത്ത് കയ്യിലുണ്ട് എന്നെങ്കിലും പറയാം. എന്നിട്ടും അതിൽ താല്പര്യമില്ല അണികൾക്ക് എന്നാണോ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം 2020-യുടെ ഒട്ടുമിക്ക തീരുമാനങ്ങളും സാബു എം ജേക്കബ് ഏതെങ്കിലും തരത്തിൽ നേതാക്കളോടോ മറ്റോ ആലോചിച്ചോ എടുക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ വിഷയത്തിൽ, ആ കാര്യത്തിൽ തന്നെ നേതാക്കൾക്ക് നേരത്തെയും അതൃപ്തി ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ NDAയിലേക്കുള്ള പ്രവേശനം അത് തീർത്തും അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ രീതിയിലുള്ള അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ 2020 എറണാകുളത്ത് ഭരിക്കുന്ന 3 പഞ്ചായത്തുകളുണ്ട്. ഒന്ന് തിരുവാണിയൂർ, അതുപോലെ തന്നെ ഐക്യനാട്, അതുപോലെ തന്നെ കിഴക്കമ്പലം. ഐക്യനാട്ടിലൊക്കെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതുപോലെ തന്നെ കിഴക്കമ്പലത്തും സമാനമായ സാഹചര്യമാണ്. ഇവിടെയൊക്കെ തന്നെ അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ഈ വിഷയത്തിൽ, NDAയിൽ ചേർന്നതിൽ വലിയ എതിർപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പേർ ഈ വിഷയത്തിൽ, അതായത് ഇതിൽ പ്രതിഷേധിച്ച് രാജിവെക്കുമോ എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാരണം വലിയ അതൃപ്തി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും സാഹചര്യങ്ങൾ വളരെ മോശമാണ് 2020-ൽ എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ വളരെയധികം ശക്തിയുള്ള ഒരു പ്രാദേശിക പാർട്ടി തന്നെയാണ് 2020. സ്വാഭാവികമായും NDAയിലേക്ക് പോകുമ്പോൾ ആ രീതിയിൽ പാർട്ടി NDAയ്ക്കൊപ്പം നിൽക്കുമെന്നുള്ളതായിരുന്നു സാബു എം ജേക്കബിന്റെ പ്രതീക്ഷ. എങ്കിൽ നേരെ വിപരീതമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകർ ഒട്ടും തന്നെ ഈ തീരുമാനത്തിൽ തൃപ്തരല്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ, അതൃപ്തി പുകയുന്ന സാഹചര്യത്തിൽ അണികളെ കൂടെ നിർത്താനുള്ള ശ്രമം സാബു എം ജേക്കബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ ഈ സാഹചര്യം മുതലെടുക്കാൻ LDFും UDFും രംഗത്തുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചില പ്രവർത്തകരൊക്കെ 2020 പ്രവർത്തകർ LDFിലും UDFിലും അംഗത്വം സ്വീകരിച്ചിരുന്നു. കോൺഗ്രസ് നേതൃത്വവുമായി ഈ വിഷയത്തിൽ ചില ആളുകൾ ഇപ്പോഴും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കൂടുതൽ ആളുകൾ, അതായത് ഈ നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒരുപക്ഷെ രാജിവെക്കുമോ എന്നുള്ള ആശങ്ക കൂടി നിലവിൽ 2020 സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും അണികളെ ഒപ്പം നിർത്താൻ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ചെയർമാൻ സാബു എം ജേക്കബ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം 12 മണിക്കുണ്ട്. അതിൽ എന്താകും അദ്ദേഹം പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത്. കാരണം കാരണം നേരത്തെ തന്നെ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു LDFും UDFും തന്നോട് കാണിച്ച വിവേചനം, അല്ലെങ്കിൽ തന്നോട് അവർ സ്വീകരിച്ച സമീപനം, ഇത് തന്നെയാണ് NDAയിലേക്ക് പോകാൻ തീരുമാനം എടുക്കാനുണ്ടായ കാരണം എന്നുള്ളതാണ് സാബു എം ജേക്കബ് പറയുന്നത്. ഏതെങ്കിലും ഉപാധികൾ വെച്ചിട്ടല്ല താൻ NDAയിലേക്ക്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ഏകദേശം 42,000-ലധികം വോട്ടുകൾ നേടിയ പാർട്ടിയാണ് 2020. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉപാധി വെച്ചിട്ടല്ല NDAയിൽ പ്രവേശിച്ചത് എന്ന് 2020 പറയുമ്പോഴും കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നേക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടത്. എന്തായാലും ഇനി എന്താണ് 2020-ൽ സംഭവിക്കാനിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടി വരും. ഹർഷൻ, റൈറ്റ്, റഹീമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും